നമസ്കാരം. വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഈ പുതിയ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ടാഗിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ ടാഗ്? എന്താണ് ഒരു ക്വസ്റ്റ്യൻ ടാഗ്? ലെറ്റ് us look at it. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ ടാഗ്? എന്താണ് ക്വസ്റ്റ്യൻ ടാഗ്? ഒരു സെൻറ്റൻസിൻ്റെ അവസാനം വരുന്ന ക്വസ്റ്റ്യനുകളെ നമുക്ക് എന്ത് വിളിക്കാം? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, രവി വർക്ക്സ് ഹാർഡ് എന്ന് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന ഡസിൻ്റെ ഹി ആണ് ആ സെൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ്. അതുപോലെ തന്നെ ഷീ ഈസ് നോട്ട് കമ്മിങ്, അതിൻ്റെ ബാക്കിയുള്ള ഈസ് ഷീ ആണ് അതിൻ്റെ എന്ത് ക്വസ്റ്റ്യൻ ടാഗ്. പ്രധാനമായും 5 നിയമങ്ങളാണ് ക്വസ്റ്റ്യൻ ടാഗിനുള്ളത്. ആദ്യത്തെ നിയമം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ടാഗും സെൻറ്റൻസും സെയിം ടെൻസിലായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ടെൻസ് തമ്മിൽ മാറാൻ പാടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് സെൻറ്റൻസ് എങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് തന്നെ ആയിരിക്കണം ടാഗും. രണ്ടാമത്തെ റൂൾ എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ടാഗ് വരുന്നത് നെഗറ്റീവായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ റോള്, നെഗറ്റീവാണ് നമ്മൾ സെൻറ്റൻസ് എടുക്കുന്നെങ്കിൽ പോസിറ്റീവായിരിക്കും അതിൻ്റെ ടാഗ്. പിന്നെ നാലാമത്തെ റൂൾ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ പ്രോണൗണുകൾ ഉപയോഗിക്കണം. ഹി, ഷീ, ഇറ്റ്, ഐ, യു എന്ന് പറയുന്ന പ്രോണൗണുകൾ ഉപയോഗിക്കണം. അഞ്ചാമത്തെ റൂൾ എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ നെഗറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ചുരുക്ക രൂപങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഫോർ എക്സാമ്പിൾ, ഈസിൻ്റെ ഹി, ഈസിൻറ്റ്, ഈസ് നോട്ട് എന്ന് ഉപയോഗിക്കരുത്. ഡസ് നോട്ട്, ഡസിൻറ്റ്, കനോട്ട്, കാണ്ട് എന്നിവയാണ് ഉപയോഗിക്കേണ്ടത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള 5 നിയമങ്ങൾ. ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്സിലറി വെർബിനെയാണ്. ആ സെൻറ്റൻസിൻ്റെ ഓക്സിലറി വെർബ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓക്സിലറി വെർബുകൾ നമ്മൾ കാണാം. ആം, ഈസ്, ആർ, വാസ്, വെർ, ഡു, ഡസ്, ഡിഡ് ഇങ്ങനെ പറയുന്ന 26ഓളം ഓക്സിലറി വെർബുകൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓക്സിലറി വെർബുകൾ നിങ്ങൾക്ക് സെൻറ്റൻസിൽ കണ്ടെത്താൻ സാധിച്ചാൽ നിങ്ങൾക്ക് ടാഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണ സഹിതം ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. ഹി ഈസ് പ്ലേയിങ്, വി ഹാവ് സീൻ എ മൂവി, ഹി ഡ്രിങ്ക്സ് മിൽക്ക്, ഐ എം ഗോയിങ് ഫോർ എ ടാക്സി. അങ്ങനെ 4 സെൻറ്റൻസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 4 സെൻറ്റൻസിനെയും നമുക്ക് ടാഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഹി ഈസ് പ്ലേയിങ്, അവൻ കളിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ പഠിച്ച 5 നിയമത്തിൽ സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആകുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സെൻറ്റൻസ് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, കാരണം നമ്മൾ ഇവിടെ നോട്ട് എന്ന് കാണുന്നില്ല. ഇപ്പോൾ ഈ സെൻറ്റൻസ് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഹി ഈസിൻ്റെ അല്ലെങ്കിൽ ഈ ഈസ് നോട്ട് പ്ലേയിങ് എന്നാവണമായിരുന്നു. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടാഗ് നെഗറ്റീവ് ആകും. ഓക്കെ, അപ്പോൾ ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റാണ് ഹി, പ്ലേ എന്ന് പറയുന്നത് അതിൻ്റെ വെർബാകുന്നു, ഈസ് അതുപോലെ തന്നെ ഓക്സിലറി ആകുന്നു. അപ്പോൾ നമ്മൾ ഇത് മുന്നേ പഠിച്ചിട്ടുണ്ട്. ഒരു സെൻറ്റൻസിൻ്റെ ഓക്സിലറി നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാഗ് കണ്ടെത്താൻ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ ടാഗ് നമുക്കൊന്ന് ഇതാക്കാം. ഹി ഈസ് പ്ലേയിങ്, ഈസിൻ്റെ ഹി എന്നാണ് എന്തിൻ്റെ ഈ സെൻറ്റൻസിൻ്റെ ടാഗ് വരിക. ഇപ്പോൾ അതിലെ ഓക്സിലറി വെർബായ ഹീസ് നമ്മൾ എന്ത് ചെയ്ത് പുറത്തേക്ക് ഇട്ടു, അതിനുശേഷം അതിനെ നെഗറ്റീവാക്കി. അപ്പോൾ ഈസിൻ്റെ എന്നായി. പിന്നെ അതിനുശേഷം സബ്ജക്റ്റ് ചെയ്ത് ഹി, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഈസിൻ്റെ ഹി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ടാഗ് കണ്ടെത്തുക. അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തതായി നമുക്ക് രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. വി ഹാവ് സീൻ എ മൂവി. ഇതൊരു പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആകുന്നു. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഇതിലെ സബ്ജക്റ്റ് നമുക്കറിയാം വി ആകുന്നു. സീൻ എന്നാകുന്നു ഇതിൻ്റെ വെർബ്. ഹാവ് ഓക്സിലറി ആകുന്നു. ഇനി ഈ സെൻറ്റൻസിന് നമുക്ക് ടാഗ് ഉണ്ടാക്കാൻ നോക്കാം. ഹാവിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് എടുത്തെഴുതുന്നു. ഹാവ് എന്നുള്ളത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഹാവിൻഡ് എന്നാകും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഹാവിൻ്റെ എഴുതി. ഇപ്പോൾ നമ്മൾ വി ആണ് ഇതിലെ സബ്ജക്റ്റ്. നമ്മൾ ഒരിക്കലും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറില്ല, നമ്മൾ വേറെയുള്ള ഒരാളോടും ചോദ്യം ചോദിക്കാറ്. അതുകൊണ്ട് തന്നെ വി എന്നുള്ളത് എന്താകുന്നു, ദേ ആകുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നു. ഇപ്പോൾ വി ഹാവ് സീൻ എ മൂവി,
ഞങ്ങളൊരു മൂവി കണ്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരു കോമ മസ്റ്റായിട്ട് നമ്മൾ ഇടണം. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഓക്സിലറിയെ പുറത്തേക്ക് എടുത്ത് എഴുതുന്നു. പോസിറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഹാവിൻ്റെ എന്നാക്കുന്നു. പിന്നെ അതിൻ്റെ സബ്ജക്റ്റ് ദേ എന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഹീ ഡ്രിങ്ക്സ് മിൽക്ക് എന്നാണ്. ഹീ ഡ്രിങ്ക്സ് മിൽക്ക് എന്ന് പറയുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഓക്സിലറിയെ കാണാൻ സാധിക്കില്ല. നമുക്ക് ഓക്സിലറി കാണാൻ സാധിക്കാത്ത രണ്ട് ടെൻസുകൾ ഇംഗ്ലീഷിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ്. ഇതിൽ ഓക്സിലറി നമ്മളെങ്ങനെ കണ്ടെത്താം? ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഹി എന്നുള്ള സബ്ജക്റ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹി എന്നാണ്. അപ്പോൾ സിംഗുലറാണ്. സിംഗുലറിൻ്റെ കൂടെ നമ്മൾ വെർബിൻ്റെ കൂടെ എസ് ഫോം ചേർക്കാറുണ്ട് സിമ്പിൾ പ്രസൻറ്റിൽ. ഇങ്ങനെ വരുന്ന സമയത്ത് ഏത് ഓക്സിലറിയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. ഇതെല്ലാവരും തെറ്റിക്കുന്ന ഒരു എക്സാമ്പിളാണ്. സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റിലും എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആളുകളെടുത്ത് മിസ്റ്റേക്കുകൾ വരുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഹി എന്നുള്ളത് സിംഗുലറാണ്. സിംഗുലറിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഡസ് ആണ്. ഇത് പ്ലൂരൽ ആയിരുന്നെങ്കിൽ ഐ യു ദേ വി എന്ന് വെച്ചിരിക്കുന്ന പ്ലൂരൽ ആയിരുന്നെങ്കിൽ ഡു ആണ് ഓക്സിലറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഇനി നോക്കാം. ഇനി ഈ സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസാണ്. പോസിറ്റീവ് സെൻറ്റൻസ് ആകുന്ന സമയത്ത് നമുക്കറിയാം ഓക്സിലറി നെഗറ്റീവായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോമയ്ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിലറി എടുത്ത് എഴുതുന്നു. ഡസ് എഴുതിയതിന് ശേഷം അത് നെഗറ്റീവ് ആയതുകൊണ്ട് ഡസിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചേർത്ത് കൊടുക്കുന്നു. അതിന് ശേഷം അതിൻ്റെ സബ്ജക്റ്റ് ഹി, ഡസിൻ്റെ ഹി, അതിന് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഹി ഡ്രിങ്ക്സ് മിൽക്ക്, ഡസിൻ്റെ ഹി, അതാണ് ഇതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. ഐ ആം ലുക്കിംഗ് ഫോർ എ ടാക്സി. ഞാനൊരു ടാക്സിക്ക് വേണ്ടി നോക്കി നിൽക്കുകയാണ്. ഈ സെൻറ്റൻസ് നമുക്കറിയാം ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസാണ്. അതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടാഗ് നെഗറ്റീവായിരിക്കും. പിന്നെ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെ ഓക്സിലറീസ് കൊടുക്കാറുണ്ട്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഓക്സിലറി ആകുന്നു ഈസ്, ആം, ആർ. അപ്പോൾ ഇവിടെ ആം ഓക്സിലറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആം ടാഗായിട്ട് എഴുതുന്ന സമയത്ത് പോസിറ്റീവ് സെൻറ്റൻസിൽ ആം എഴുതുന്ന സമയത്ത് ആമിൻ്റെ പകരം നമ്മൾ എന്തായിട്ടാണ് ഉപയോഗിക്കുക, ആറാണ് ഉപയോഗിക്കുക. ആം നമ്മൾ ഒരിക്കലും പോസിറ്റീവ് സെൻറ്റൻസിൽ ടാഗായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിൻ്റെ പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു, ആർ ഉപയോഗിക്കുന്നു. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ഉപയോഗിക്കുന്നു, ആറിൻ്റെ നെഗറ്റീവ് ഉപയോഗിക്കുന്നു. ആറിൻ്റെ ഒരു കോമയ്ക്ക് ശേഷം ആറിൻ്റെ എന്ന് ഉപയോഗിക്കുന്നു. അതിന് ശേഷം നമ്മൾ അതിൻ്റെ സബ്ജക്റ്റ് എഴുതുന്നു ഐ, ആറിൻ്റെ ഐ. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ആമാണ് കൊടുത്തിരിക്കുന്നത്, ഓക്സിലറി ആമാണ്. പക്ഷേ ഒരിക്കലും പോസിറ്റീവ് സെൻറ്റൻസിൽ ആം, പ്രസൻറ്റ് കണ്ടിന്യൂസ് പോസിറ്റീവ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ ആമാണ് ഓക്സിലറി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആമല്ല നമ്മൾ എഴുതുക, ആമിൻ്റെ പകരം ആറാണ് എഴുതുക. ഓക്കെ, ഇപ്പോൾ ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിരുന്നെങ്കിൽ, ഇപ്പോൾ ഐ ആം നോട്ട് ലുക്കിംഗ് ഫോർ എ ടാക്സി എന്നായിരുന്നെങ്കിൽ ആം ഐ എന്ന് വരും ഇതിൻ്റെ ടാഗ്. പക്ഷേ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടാഗ് ആറാണ് വരിക. ഓക്കെ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇതുവരെ നമ്മൾ ചെയ്തത് പോസിറ്റീവ് സെൻറ്റൻസുകളായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പോസിറ്റീവ് സെൻറ്റൻസ് എഴുതുമ്പോൾ ടാഗ് നെഗറ്റീവ് ആവും. ഇനി നമ്മൾ ചെയ്ത 4 സെൻറ്റൻസിനെ നെഗറ്റീവ് ആക്കിയതിന് ശേഷം അതിൻ്റെ ടാഗ് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച 5 നിയമത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെഗറ്റീവ് സെൻറ്റൻസിന് പോസിറ്റീവ് ടാഗ് ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ഈ 4 സെൻറ്റൻസുകൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹി ഈസിൻറ്റ് പ്ലേയിങ്, ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസാണ്. അതുകൊണ്ട് തന്നെ കോമയ്ക്ക് ശേഷം ഈസ് ഹി എന്നാണ് ഇതിൻ്റെ ടാഗ് വരിക. അതുപോലെ തന്നെ വി ഹാവിൻറ്റ് സീൻ എ മൂവി, ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസാണ്. അതുകൊണ്ട് തന്നെ ഹാവ് ദേ, നമ്മൾ പറഞ്ഞു വി എന്നുള്ളത് ദേ ആവുന്നു, അപ്പോൾ ഹാവ് ദേ എന്നായി. അതുപോലെ തന്നെ ഹി ഡസിൻറ്റ് ഡ്രിങ്ക് എ മിൽക്ക് നെഗറ്റീവാണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ടാഗാവും. അതുപോലെ തന്നെ ഡസ് ഹി. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഐ ആം നോട്ട് ലുക്കിംഗ് ഫോർ എ ടാക്സി എന്നുള്ളത് ആം ആണ്. ഇത് നമ്മൾ പോസിറ്റീവിൽ എഴുതുമ്പോൾ ആറിൻറ്റ് ഐ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നെഗറ്റീവ് ആകുമ്പോൾ ആം ഐ എന്ന് എഴുതിയാൽ മതി. ഓക്കെ.
ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട് നോക്കാം. ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ലെറ്റസ് പ്ലേ ക്രിക്കറ്റ്. അതിന് ടാഗായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നു ഷോൾവി, അതിനുശേഷം ക്വസ്റ്റ്യൻ മാർക്ക്. ലെറ്റസ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസുകൾക്ക് നമുക്ക് ടാഗായിട്ട് നമ്മൾ ഉപയോഗിക്കാറ് ഷോൾവി ആണ്. ഓക്കെ, അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കൂടുതലും ക്വസ്റ്റ്യൻസ് നമ്മൾ ആ രീതിയിൽ ചോദിക്കാറുണ്ട്. ഈ രീതിയിൽ ലെറ്റസ് വെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എപ്പോഴും ഷോൾവി ആയിരിക്കും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് അയക്കുക, ഞാൻ അതിന് റിപ്ലൈ തരാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോയുമായി ഞാൻ ഇനിയും വരും. ടിൽ ദെൻ, ഗുഡ് ബൈ.